ഹായ് ഡിയേഴ്സ്, നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെ വിക്സ് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുക്കുന്നുണ്ട്. പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. കഞ്ഞിക്കൂർക്ക എന്ന്, ഞവര ഇല എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട്. കുറച്ച് തുളസി ഇലയും ഇതിനായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം, കാലങ്ങളായിട്ട് പനി, ജലദോഷം, ചുമ എന്നിവയ്ക്കൊക്കെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഔഷധ കൂട്ടുകളാണ് നമ്മുടെ പനിക്കൂർക്കയും തുളസിയിലയും എല്ലാം. ഇത് ഉപയോഗിച്ച് തന്നെയാണ് ഞാനിന്ന് ഈ വിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഓരോ കൈപ്പിടി അളവിലാണ് ഞാൻ പനിക്കൂർക്കയും തുളസിയിലയും എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. അപ്പോൾ പനിക്കൂർക്കയുടെയും തുളസിയുടെയും ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾക്ക് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് ചളിയെല്ലാം അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകാനൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ, ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇലകളിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് കല്ലിലൊന്ന് ചതച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ നമുക്ക് ആവശ്യമുള്ള ലെവലിൽ ഇതൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ലെവലിൽ വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതൊരു 30 ml അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അളവുകൾ ശ്രദ്ധിച്ച് വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അളവുകളിൽ കൂടുതൽ വേണമെങ്കിൽ ഈ പറഞ്ഞ മെഷർമെൻറ്റിൽ തന്നെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ആവശ്യമുള്ളതാണ് തേൻ മെഴുക് കേട്ടോ. ബി വാക്സ് എന്ന് പറയും. അങ്ങാടി കടകളിലെല്ലാം വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്നതാണ് ബി വാക്സ്, തേൻ മെഴുക്. ഇനി പച്ചക്കർപ്പൂരമാണുള്ളത്. ഇത് രണ്ടും അങ്ങാടി കടയിൽ വളരെ സുലഭമായിട്ട് കിട്ടും. ചോദിച്ചാൽ അറിയും കേട്ടോ. ഇനി അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിനകത്തോട്ട് നേരത്തെ പറഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള പനിക്കൂർക്കയും തുളസിയും ചേർന്ന കൂട്ട് നമുക്കതിലിടാം. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്കറിയാം, മഴക്കാലമാണ്. മൊത്തത്തിലായിട്ട് വീടുകളിൽ പനി, ചുമ, ജലദോഷം ഓരോരുത്തർക്കായിട്ട് മാറി മാറി വരും അല്ലേ. ചില സമയത്ത് വിക്സൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്സ് ഡപ്പ കാലിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇത്തരം ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിനുള്ള ഔഷധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് എണ്ണയിൽ കിടന്നങ്ങ് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതിൻ്റെ സത്ത് എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അടി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഇതാ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരു ഗ്രീനിഷ് കളറിലോട്ട് എണ്ണ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഏകദേശം നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് അതിൻ്റെ സത്ത് ഫുള്ളായിട്ടും എണ്ണയിലോട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു ഗ്രീൻ കളറിലോട്ട് മാറി. ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. മാറ്റി വെച്ചിട്ടുണ്ട്, അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ തേൻ മെഴുക് അതിലിട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ നമുക്കൊരു 20 ഗ്രാം തേൻമെഴുകാണ് ആവശ്യം. അപ്പോൾ ഇത് എന്തിനാ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ വിക്സിന് അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി, വിക്സിൻ്റെ രൂപത്തിലോട്ട് ഇതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഈ ബി വാക്സ് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച ശേഷം അത് അടുപ്പിലോട്ട് ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഇതിൽ വെക്കുക കേട്ടോ. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതങ്ങ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്ത് ഈ ഒരു വാക്സിനെ നമ്മൾ അതിനകത്തോട്ട് ഉരുക്കി അങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമൊന്നും തന്നെ അടിയിലുള്ള ആ വെള്ളമൊന്നും തന്നെ തിളച്ച് ഇതിനകത്തേക്ക് വീഴരുത് കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിൽ ആവരുത്. അപ്പോൾ നന്നായിട്ട് മെഴുകൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, വരുന്നുണ്ട് കണ്ടോ. കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊരു 8 ഗ്രാമാണ് ചേർത്തേണ്ടത് കേട്ടോ. ഈ 8 ഗ്രാം ഇത്രയാണുള്ളത്. ഏകദേശം കൈ കൊണ്ട് പൊടിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു വാസന, നമ്മുടെ വിക്സിന് എന്താണോ വാസനയുള്ളത് അതേ ഒരു വാസനയൊക്കെ നമുക്കിതിൽ നിന്ന് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെല്ലാം സെറ്റായതിന് ശേഷം ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു വെക്കുക കേട്ടോ. വളരെ എളുപ്പം തന്നെ അത് ഒഴിക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സെറ്റായി ഈ കാണുന്ന രൂപത്തിലേക്ക് അത് മാറി വരുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആ ഇലകൾ ചേർത്തത് കൊണ്ടാണ് ഇതിനൊരു പച്ച കളറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു പീഡിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.
അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ നല്ല രീതിക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ. അപ്പോൾ എല്ലാവർക്കും എന്നും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.